സന്തോഷ്, ഏതായാലും ഇന്നത്തെ തെരച്ചിൽ അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ ഈ സൂര്യപ്രകാശം ലഭിക്കുന്ന മുറയ്ക്ക് ഏകദേശം 8 മണിയോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ഈശ്വർ മാൽപേ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. നാളെ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ, അതായത് അർജുൻ്റെ ട്രക്കുമായി ബന്ധപ്പെട്ട, അർജുനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കിട്ടുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈശ്വർ മാൽപേ ഉള്ളത്. തീർച്ചയായും നാളെ 8:30 തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിരാവിലെ തിരച്ചിൽ നടത്താൻ കഴിയില്ല, കാരണം ഈ നദിയിലെ വിസിബിലിറ്റിയാണ് പ്രശ്നം. സൂര്യപ്രകാശം ഉള്ളപ്പോൾ കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ 8:30 ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ വ്യക്തമാക്കിയിട്ടുള്ളത്. അനുകൂല സാഹചര്യം മുതലെടുത്തുകൊണ്ട് പരമാവധി വേഗത്തിൽ തന്നെ തിരച്ചിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കും എന്നാണ് ഈശ്വർ മാൽപേ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ ആളുകൾ കൂടി ഈശ്വർ മാൽപേയുടെ സംഘത്തിലേക്ക് നാളെ രാവിലെ മുതൽ മുങ്ങി പരിശോധന നടത്തുന്നതിനായി കൂടുതൽ മുങ്ങൽ വിദഗ്ധർ കൂടി എത്തുന്നുണ്ട്. ഈ മാൽപേയെ സഹായിക്കുന്നതിനായി എത്തുന്നുണ്ട്. അവർ കൂടി ചേരുന്നതോടുകൂടി തിരച്ചിൽ വേഗത്തിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ വളരെ ലോറി കണ്ടെത്താൻ കഴിയും ഉടൻ തന്നെ എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ പങ്കുവച്ചിട്ടുള്ളത്. ഈശ്വർ മാൽപേയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഗംഗാവാലി നദിയിൽ നടക്കുന്നത്. ഈശ്വർ മാൽപേയെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. അനുകൂലമായ സാഹചര്യമായിട്ടും നേവിയെ വിളിക്കാനോ അല്ലെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയോ ഔദ്യോഗികമായിട്ടുള്ള സേനാംഗങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ദൗത്യത്തിൽ പങ്കെടുക്കുന്നില്ല. ഈശ്വർ മാൽപേ എന്ന മത്സ്യത്തൊഴിലാളിയും സംഘവും മാത്രമാണ് ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഏതായാലും ഇന്നത്തെ ഈ രണ്ടാം ഘട്ടത്തിൽ തിരച്ചിൽ ആരംഭിച്ച് അധികം വൈകാതെ തന്നെ ഈ ലോറിയുടെ ജാക്കി കണ്ടെത്താൻ കഴിഞ്ഞത് വളരെ വലിയ പുരോഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപേക്ക് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു മുങ്ങൽ വിദഗ്ധൻ കൂടിയാണ്. ഗംഗാവാലി കുത്തി ഒഴുകുന്ന സമയത്ത് പോലും അന്ന് ഗംഗാവാലിയിൽ ഇറങ്ങാൻ ധൈര്യം കാട്ടിയ മനസാന്നിധ്യം ഉണ്ടായിരുന്ന തൊഴിലാളിയാണ്, മത്സ്യത്തൊഴിലാളിയാണ് ഈശ്വർ മാൽപേ. അന്ന് ആ സമയത്ത് ആദ്യഘട്ടത്തിൽ ഈശ്വർ മാൽപേ ഗംഗാവാലിയിൽ ഇറങ്ങുമ്പോൾ അവിടെയുള്ള അടിയൊഴുക്ക് 7 നോട്ട്സിന് മുകളിലായിരുന്നു. ഇന്നത് കുറഞ്ഞ 2 നോട്ട്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ ഈ തിരച്ചിൽ ഒരു പുരോഗതി കൈവരിക്കാൻ ഈശ്വർ മാൽപേക്ക് സാധിച്ചിട്ടുള്ളത്. ഈ തിരച്ചിൽ ആരംഭിച്ച് കുറഞ്ഞ സമയത്തിനകം തന്നെ ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ടെടുക്കാൻ ഈശ്വർ മാൽപേക്ക് കഴിഞ്ഞത്. ഏതായാലും ഇന്നിപ്പോൾ വൈകി, വേണമെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഈ തിരച്ചിൽ പുനരാരംഭിക്കാമായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ വീണ്ടും കർണാടകയുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇത്രയും അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും വൈകുന്നേരം 3 മണിയാകുന്നത് വരെയും തിരച്ചിൽ തുടരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാക്കാനോ കഴിഞ്ഞില്ല. അതിനുശേഷം ഈ തിരച്ചിലിലെ അനിശ്ചിതത്വം സംബന്ധിച്ച മാധ്യമ വാർത്തകൾ കേരളത്തിലെല്ലാം പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് വലിയ സമ്മർദ്ദം വീണ്ടും ഉണ്ടായതിനെ തുടർന്നാണ് MLA സ്ഥലത്തേക്ക് എത്തുകയും ഈശ്വർ മാൽപേയെ വിളിച്ചു വരുത്തുകയും ചെയ്തത്. ഈശ്വർ മാൽപേ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ പുഴയിലിറങ്ങി പരിശോധന നടത്താൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഈശ്വർ മാൽപേക്കും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് വൈകിയത്. പിന്നീട് ഉച്ചക്ക് 3 മണിക്ക് ശേഷമാണ് ഈശ്വർ മാൽപേക്ക് നദിയിൽ ഇറങ്ങാനുള്ള അനുമതി ലഭിച്ചത്. ആ അനുമതി ലഭിച്ച് ഒട്ടും വൈകാതെ തന്നെ ഈശ്വർ മാൽപേ ഇറങ്ങി പരിശോധന ആരംഭിക്കുകയും ചെയ്തു. ആ പരിശോധന ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ 2 മണിക്കൂറിനകം തന്നെ ഈ ട്രക്കിന്റെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വീണ്ടും നാളെ ഈ കൂടുതൽ ആളുകൾ എത്തും ഈശ്വർ മാൽപേയുടെ സംഘത്തിലേക്ക്. നാളെ വീണ്ടും 8:30 തന്നെ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും. ആ രീതിയിൽ ഈ ലോറി കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈശ്വർ മാൽപേ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. വിനിഷ. സന്തോഷ്, ഏകദേശം 40 അടിയോളം താഴ്ചയിൽ നിന്നാണ് ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ടെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇത് ഈ ഒരു കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത്, ഈ ജാക്കി കണ്ടെത്തിയ സ്ഥലം നേരത്തെ സ്പോട്ട് ചെയ്ത സ്ഥലത്തിന് കുറച്ച് താഴെ ഭാഗത്താണ്. ലോറി ഉണ്ട് എന്ന് സ്പോട്ട് ചെയ്ത സ്ഥലത്തിന് താഴെ ഭാഗത്താണ്. പക്ഷെ നേരത്തെ തന്നെ വിദഗ്ധരെല്ലാം പറഞ്ഞത് ഇത്രയും ദിവസം ഈ ഒരു ഇടവേള, ഈ തിരച്ചിലിന്റെ ഇടവേള വന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ ലോറി അല്പം കൂടി മറ്റൊരു താഴേക്ക് മാറിയിട്ടുണ്ടാകാം, സ്ഥാനചലനം ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ള ഒരു അഭിപ്രായം നേരത്തെ ഉയർന്നു വന്നിരുന്നു.
ഏതായാലും ഇപ്പോഴിനി കൂടുതൽ സംശയിക്കേണ്ട കാര്യമില്ല. ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് ചുറ്റുവട്ടത്തായി തന്നെ എന്തായാലും ഈ ട്രക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും ഈശ്വർ മാൽപയും സംഘവും നാളെ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നാളത്തെ ഈ അനുകൂല കാലാവസ്ഥയും ഗംഗാവാലിയിലെ അനുകൂല സാഹചര്യങ്ങളും ഒക്കെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ മലയാളികൾ കുറെ ദിവസങ്ങളായി കാത്തിരിക്കുകയാണ് അർജുന്റെ ലോറി കണ്ടെത്തുന്നതിനായി. അതിന് ഒരു പരിസമാപ്തി ഉണ്ടാകും, ആ ലോറി കണ്ടെത്തിയേക്കാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈശ്വർ മാൽപയ്ക്ക് ആ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. ഈശ്വർ മാൽപെ പറയുന്നത് നാളെ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ ഇതിൽ പുരോഗതി കൈവരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ഈശ്വർ മാൽപെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അവിടെ ഇപ്പോൾ ഉള്ള ലോറിയുടെ ഉടമ മനാഫാണ് ഇത് ലോറിയുടെ ഭാരത് ബെൻസിന്റെ അർജുൻ ഓടിച്ച ട്രക്കിന്റെ ജാക്കിയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇനി സംശയമില്ല. കാരണം മനാഫിന് ഇതുപോലെ വേറെയും ഭാരത് ബെൻസിന്റെ ലോറികളുണ്ട്. അതുകൊണ്ട് ഈ ലോറിയും അതിന്റെ വാഹന ഭാഗങ്ങളുമായും എല്ലാം തന്നെ പരിചിതമാണ്, നന്നായി അറിയുന്ന ആളാണ് മനാഫ്. അതുകൊണ്ട് മനാഫ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് അർജുൻ ഓടിച്ച ട്രക്കിന്റെ ജാക്കിയാണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പിന്നീട് കൂടുതൽ ചളിയെല്ലാം മാറ്റി പരിശോധന നടത്തി അത് കൂടുതൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രക്ക് കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കും കൂടുതലായും നടക്കുന്നത്. വിനിഷ.